സെപ്റ്റംബർ 5 അധ്യാപക ദിനം. കർമ്മയോഗിയായ ഗുരുശ്രേഷ്ഠൻ വിഖ്യാതനായ സർവേപ്പള്ളി രാധാകൃഷ്ണനെ ഓർത്തുകൊണ്ട് ഒരു അധ്യാപക ദിനം കൂടി കടന്നുവരുന്നു. അധ്യാപകനും ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും ലോകോത്തര തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്താണി എന്ന സ്ഥലത്തുള്ള ഒരു തെലുങ്കു ബ്രാഹ്മണ കുടുംബത്തിൽ സർവേപ്പള്ളി വീരസ്വാമിയുടെയും സീതമ്മയുടെയും മകനായി രാധാകൃഷ്ണൻ ജനിച്ചു. സാത്വികനും ദാർശനിക ചിന്തകനും കൂടിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വ്യാപരിച്ച കർമ്മമേഖലകൾ ഏറെയാണ്. ഒരിക്കൽ തന്റെ ജന്മദിനം ആഘോഷിക്കാനൊരുങ്ങിയ ശിഷ്യരെയും സുഹൃത്തുക്കളെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി തന്റെ ജന്മദിനം മാറ്റിവെക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ആ മാതൃകാ അധ്യാപകന്റെ സ്വപ്നം പിന്നീട് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ഗാന്ധിജിയെ മാതൃകാ പുരുഷനായി കണ്ട അദ്ദേഹം ജീവിതത്തിലുടനീളം ലാളിത്യവും മിതത്വവും പാലിച്ചു. 1962 മെയ് 13 രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ദാരിദ്ര്യത്തോട് പടവെട്ടി ഇന്ത്യയുടെ പ്രഥമ പൗരനിലേക്കുയർന്ന അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയാണ്. ദീർഘമായ അധ്യാപക ജീവിതം രാധാകൃഷ്ണന്റെ ജീവിതത്തിലെ സുവർണകാലമായിരുന്നു. ലോകം മുഴുവൻ ആദരിക്കുന്ന അധ്യാപകൻ, പ്രഭാഷകൻ, ദാർശനികൻ, വിദ്യാർത്ഥികളുടെ ആരാധനാപാത്രം, അതിനിപുണനായ ഭരണകർത്താവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശോഭിച്ചു. അർണോൾഡ് എന്ന ലോകപ്രസിദ്ധ തത്വചിന്തകൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് വിശ്വചരിത്രം മുങ്ങി മുത്തുകൾ എടുത്ത വ്യക്തി എന്നാണ്. 100-ൽ പരം സർവകലാശാലകൾ ഡോക്ടർ ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. രാഷ്ട്രപതി പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെ താമ്പരത്താണ് താമസമുറപ്പിച്ചത്. അനേകം അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി. 1931 ബ്രിട്ടീഷ് സർക്കാരിന്റെ സർ ബഹുമതി, 1938 ബ്രിട്ടീഷ് അക്കാദമി അംഗത്വം, 1954 ഭാരതരത്ന, 1963 ഓർഡർ ഓഫ് മെറിറ്റ്, 1975 ടെമ്പിൾട്ടൺ പ്രൈസ് എന്നിവ അവയിൽ ചിലതുമാത്രം. 1975 ഏപ്രിൽ 17 ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ആ മനുഷ്യസ്നേഹി ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കു മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഏവർക്കും അധ്യാപക ദിനാശംസകൾ.